ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. ബാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ചില മേജർ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെ ഡീറ്റെയിൽ വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ബാലിയുടെ കൾച്ചറൽ സെൻറ്ററായ ഉബൂദിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉബൂദിൽ ഒരുപാട് വാട്ടർഫാൾസും ടെമ്പിൾസും പാലസസും ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്. എൻ്റെ ഈ ബാലി ട്രിപ്പ് ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു. ഉബൂദിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത് സെൻട്രൽ ഉബൂദിന് അടുത്തായിട്ടുള്ള കെറ്റൂച്ച് പ്ലേസ് വില്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെറിറ്റേജ് ടൈപ്പ് വില്ലാസിലാണ്. ബാലി ട്രിപ്പ് ഒരാഴ്ചത്തേക്കൊക്കെ ആണെങ്കിൽ കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും ഉബൂദിൽ സ്റ്റേ ചെയ്യണം. ബാലിയിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ആക്ടിവിറ്റീസിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ബാലി സ്വിങ്. ബാലിയിൽ ഒരുപാട് സ്ഥലത്ത് ബാലി സ്വിങ്സ് ഉണ്ട്. അതിൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ അലസറൻ സ്വിങ് ഉണ്ട്, അലോഹ ഉബൂദ് സ്വിങ് ഉണ്ട്, പിന്നെ അതുപോലെ ടെഗ്ലെലാങ് റൈസ്റ്ററ സ്വിങ് ഉണ്ട്. ഇനിയിപ്പോൾ ശരിക്കും സ്വിങ് ആയിട്ട് ചെയ്യേണ്ട ചെറിയ സ്വിങ്ങിലിരിക്കുന്ന ടൈപ്പ് ഫോട്ടോസ് മതി എന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉബൂദുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉബൂദിലെ വനഗിരി ഹിഡൻ ഹിൽ ഫോട്ടോ പോയിന്റിൽ എടുത്ത ഫോട്ടോസാണിത്. ബാലി സ്വിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും റിവ്യൂസും ഒക്കെ നോക്കിയിട്ട് അങ്ങനെ അവസാനം ഫൈനലൈസ് ചെയ്തതാണ് അലസറം സ്വിങ്. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ഉബൂദ് പ്ലാനിൽ അലസറം കൂടാതെ വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഫുൾ ഡേയിലത്തേക്ക് ഞങ്ങളൊരു ടാക്സി ഹയർ ചെയ്തു. 10 മണിക്കൂർ നേരത്തേക്ക് ടാക്സിക്ക് 5 ലക്ഷം IDR ആണ് ചാർജ് ചെയ്യുന്നത്. അതായത് ഏകദേശം 2500 ഇന്ത്യൻ റുപ്പീസ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഏകദേശം 7-8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു അലസറമിലേക്ക്. അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ള സ്ഥലമാണ് ഉബൂദ്. എന്നാലും ഞങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അലസറം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിസോർട്ട് പോലെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ക്രേറ്റിയ എന്ന് പറഞ്ഞിട്ടൊരു ലക്ഷറി റെസ്റ്റോറൻറ്റും പൂളൊക്കെ ഉള്ളൊരു ഡേ ക്ലബ്ബും ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം. 50K IDR, അതായത് 50,000 ഇന്തോനേഷ്യൻ റുപ്പിയാണ് എൻട്രൻസ് ഫീ. അതായത് ഏകദേശം 250 ഇന്ത്യൻ റുപ്പി മാത്രമാണ് വരുന്നത്. പക്ഷേ എൻട്രൻസ് ഫീ ഇത്രയും കുറവാണെങ്കിലും അകത്ത് ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അലസറമിൽ കയറുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഔട്ട്സൈഡ് ഫുഡ് അലൗഡ് അല്ല, ഒരു കുപ്പി വെള്ളം പോലും അകത്ത് കയറ്റാൻ സമ്മതിക്കില്ല. എൻട്രൻസ് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു റിസ്റ്റ് ബാൻഡ് കിട്ടും. അപ്പോൾ അതിലൊരു നമ്പർ ഉണ്ട്. ആ നമ്പറാണ് നമ്മുടെ റെഫറൻസ് നമ്പർ. സ്വിങ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇവിടെ വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടൈം രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. ഇവിടെ ക്രേറ്റിയിലുള്ള പൂൾ ഒഴിച്ച് ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം കുട്ടികൾക്കും പറ്റും. പൂൾ യൂസ് ചെയ്യുന്നതിനും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ ഇവിടെ നേരെ ക്രേറ്റിയ ഉബൂദ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അങ്ങോട്ടാണ് റെസ്റ്റോറൻറ്റും പൂളും ഒക്കെ. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. നടക്കുന്ന വഴിക്ക് ഇവിടെ ഇന്തോനേഷ്യയിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടും അതുപോലെ വേൾഡ് ഫേമസും ആയിട്ടുള്ള ലുവ കോഫിയുടെ പ്രോസസ്സിങ്ങിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ ഇവിടെ ഉണ്ട്. പ്രോസസ്സിങ്ങിൻ്റെ പല സ്റ്റേജിലുള്ള കോഫി ബീൻസ് ഇവിടെ ഓരോരോ ട്രേയിൽ വെച്ചിട്ടുണ്ട്. ലുവ കോഫിയുടെ ചരിത്രമൊക്കെ ഇത് ബോർഡ് ഇവിടെയുണ്ട്. ഈ ഡച്ച് ഇൻവേഷൻ്റെ സമയത്ത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കർഷകരെ കാപ്പി കൃഷി ചെയ്യാനായിട്ട് സമ്മതിച്ചിരുന്നില്ല ഡച്ചുകാർ. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് ഇവിടുത്തെ കർഷകർ കണ്ടുപിടിച്ചൊരു വഴി കൂടിയാണിത്. ഈ ലുവാക്ക് എന്ന് പറഞ്ഞ ഒരുതരം വെരുകാണ്. ഈ ലുവാക്കിനെ കൊണ്ട് പപ്പായയുടെയും പഴത്തിൻ്റെയൊക്കെ കൂടെ കാപ്പിപ്പഴം കഴിപ്പിച്ചിട്ട് അത് കാഷ്ടിക്കുന്ന ആ കാപ്പിക്കുരു പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന ആ ഒരു കാപ്പിപ്പൊടിയാണ് ലുവ കോഫി പൗഡർ. പിന്നെ അത് വറുക്കുന്നതും പൊടിക്കുന്നതും എല്ലാം കൈകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫിയാണ് ലുവ കോഫി. ഈ കാപ്പിപ്പഴം വെരുക് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോഫി ബീൻസിന് ഡാമേജ് ഒന്നും പറ്റില്ല. എന്നിട്ട് ഏകദേശം ഒരു 10 മണിക്കൂറോളം എടുക്കും ഇതിനെ കാപ്പിപ്പഴം ദഹിച്ച് ആ കാപ്പിക്കുരു കഷ്ടിക്കാനായിട്ട്. ശരിക്കുള്ള കോഫി പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാപ്പിക്കുരു ഒരുപാട് തവണ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി എന്നിട്ട് ചെറിയ തീയിൽ ഇതുപോലെ കൈകൊണ്ട് റോസ്റ്റ് ചെയ്ത് പിന്നെ ഉരലിലൊക്കെ ഇട്ട് പൊടിച്ചിട്ടാണ് ഈ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ലുവാക്കിൻ്റെ ഡൈജഷൻ്റെ പ്രത്യേകത കാരണം ഈ കാപ്പിപ്പൊടിക്ക് ആസിഡ് ലെവലും അതുപോലെ കഫീൻ ലെവലും ഒക്കെ വളരെ കുറവാണ്. ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി ബീൻസ് ഇവിടെ ജാറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് ഇത് മണക്കാനൊക്കെ തന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും റിഫ്രഷിങ് ആയിട്ടുള്ള സ്മെല്ലുള്ള ഒരു കോഫി ബീൻസ് ഇതിനു മുമ്പ് മണത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ ഉരലിൽ പൊടിച്ച് വെച്ചിട്ടുള്ള സാധാരണ കോഫി പൗഡറും അതുപോലെ തന്നെ ലുവ കോഫിയുടെ പൗഡറും രണ്ട് ജാറിലുണ്ട്. അത് നമുക്ക് മണക്കാനായിട്ട് കാണിച്ചു തന്നു. ശരിക്കും നോർമൽ കോഫി പൗഡറും അതുപോലെ ലുവ കോഫി പൗഡറിൻ്റെ സ്മെല്ല് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ലുവ കോഫിയുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ട്രോങ് നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് സ്മെല്ലാണ്. പിന്നെ ബാലിയിൽ കൊക്കോ കൃഷിയും ഒരുപാട് കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കോഫിയൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ ഈ കോഫിയിൽ മിക്സ് ചെയ്യേണ്ട ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്.
പിന്നെ അതാ ഇവിടെ കോഫി ബീൻസ് ഓർലിലൊക്കെ പൊടിച്ച് കാണിച്ചു തന്നു. എന്നോട് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിട്ട് ഒലക്കയൊക്കെ കയ്യിൽ തന്നു. അതിങ്ങനെ പൊടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ കോഫിയുടെ മണം ചുറ്റും ഇങ്ങനെ നിറഞ്ഞു വരുവാണ്. ഇത് നമുക്കിവിടെ നേരിട്ട് കാണാവുന്നതാണ്. ഈ കോഫി ബീൻസിൻ്റെ കൂടെ വേറൊരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു സാധനവും ചേർക്കണില്ല. എന്നിട്ടത് പൊടിക്കുകയും അരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ കോഫി ബീൻസിനേക്കാളും ഇരട്ടി മണമാണ് ഇതിന്. അങ്ങനെ കോഫി പ്രോസസ്സിംഗ് ഒക്കെ കണ്ട് ലുവാക്കിനെയും കണ്ട് നമ്മളത് ആ സ്വിങ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്തോനേഷ്യക്കാരുടെ ഹോസ്പിറ്റാലിറ്റി പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെ ഓരോ ടൂറിസ്റ്റിനെ കാണുമ്പോഴും ഇവരുടെ ചിരിയും അതുപോലെ പെരുമാറുന്ന രീതിയും വെൽക്കം ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. അലസറമിൻ്റെ അകത്ത് ക്രേറ്റ് പോലത്തെ ലക്ഷറി റെസ്റ്റോറൻറ്റ് അല്ലാതെ വേറെയും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു കോഫി ഷോപ്പാണ്, ഒരുപാട് ടൈപ്പ് കോഫി കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ട്. ഒരു സൈഡിലേക്ക് വലിയ സ്ലോപ്പും പിന്നെ കുറേ വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഈ റൈസ് ഫീൽഡൊക്കെ ഉള്ളത്. അതുപോലെ ആക്ടിവിറ്റി ഏരിയാസും അവിടെയാണ്. പിന്നെ ഇവിടെയും ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. നമുക്ക് എടുക്കേണ്ട പല സ്വിങ്ങിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ റേറ്റും എല്ലാം ഇവിടെ ഇവർ പറഞ്ഞു തരും. പല ടൈപ്പ് സ്വിങ് ഉണ്ട്. കപ്പിൾ സ്വിങ്, സിംഗിൾ സ്വിങ്, അതുപോലെ ബെഡ് സ്വിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സിംഗിൾ ബാലി സ്വിങ് 3 ടൈപ്പാണുള്ളത്. അതിൽ ഏറ്റവും ഹൈറ്റ് 25 മീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഹൈറ്റ് ഉള്ളത് സൂപ്പർ എക്സ്ട്രീം സ്വിങ് ആണ്. പിന്നെ അതിൽ താഴെ വരുന്നത് എക്സ്ട്രീം സ്വിങ് എന്ന് പറഞ്ഞാൽ 15 മീറ്റർ ഹൈറ്റിലുള്ളതാണ്. പിന്നെ ഒരു ഏഞ്ചൽ സ്വിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റോപ്പിലൊക്കെ ആണെങ്കിൽ നിറയെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉള്ള ഒരു സ്വിങ് ആണ്. അതും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 15 മീറ്റർ ഹൈറ്റിലാണ്. പിന്നെ അതുപോലെ ബാലി സ്വിങ് ഫോട്ടോസിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഡ്രസ്സ് അത് ഇവിടെ നിന്ന് റെൻറ്റിന് കിട്ടും. ഇവിടെ റെൻറ്റിനുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഇൻസ്ട്രക്ഷൻസിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ആ ഡ്രസ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സ് പുറത്തുനിന്ന് കൊണ്ടുവരരുതെന്നുള്ളതാണ്. പിന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഫോട്ടോസ് എടുത്തിട്ട് സോഫ്റ്റ് കോപ്പി നമുക്ക് മെയിൽ ചെയ്ത് തരും. അലസറമിലെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇവിടെയുണ്ട്. അതുപോലെ ഡ്രസ്സിൻ്റെ ഒക്കെ റേറ്റും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്വിങ്ങിൽ സൂപ്പർ എക്സ്ട്രീം സ്വിങ്ങിനാണ് ഏറ്റവും ഹൈറ്റ് കൂടിയത്. അതുപോലെ തന്നെ ഏറ്റവും റേറ്റ് കൂടുതലും അതിനാണ്. 2,59,000 IDR, അതായത് 259K, എല്ലാം തൗസൻഡ്സിൻ്റെ കണക്കിലാണ് ഇവർ പറയുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി ഏകദേശം 1,300 രൂപ വരും. പൂക്കളൊക്കെയുള്ള ഏഞ്ചൽ സ്വിങ്ങിനാണെങ്കിൽ 231K, അതായത് ഏകദേശം 1,150 രൂപ. ബാലി സ്വിങ്ങിന് വേണ്ടി നമ്മൾ അലസരം സെലക്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ് തന്നെയാണ്. ഹാർനസൊക്കെ വെച്ച് ഒരുപാട് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടുള്ള സ്വിങ്ങാണ് ഇവിടുത്തെ. ഇവിടെ തന്നെ സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനും ഒക്കെ ഉണ്ട്. പിന്നെ ഈ താഴെ കാണുന്ന സ്ഥലമെല്ലാം ഓരോ സ്ഥലം ഓരോ ഫോട്ടോഷൂട്ട് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ റൈസ് ടെറസ് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടുള്ള സ്വിങ് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. സ്വിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഫോട്ടോഗ്രാഫർ വേണമെന്നുണ്ടെങ്കിൽ 173K ആണ് റേറ്റ് വരുന്നത്. അതായത് ഏകദേശം 860 രൂപ വരും. അപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് സ്വിങ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്ലവറൊക്കെ ഉള്ള ഏഞ്ചൽ സ്വിങ്ങാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ അതുപോലെ ഈ ബാലി സ്വിങ് എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പ്രോപ്പർ കോസ്റ്റ്യൂമും എടുത്തു. അതായത് ഏകദേശം 1000 ഇന്ത്യൻ റുപ്പീസാണ്. പല കളറിലെ ഡ്രസ്സസ് ഇവിടെ ഉണ്ട്. ഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് സ്വിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡ്രസ്സിങ് റൂംസ് ഉണ്ട്. ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമായിട്ട് സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സ് റെൻറ്റിന് എടുക്കുന്നതിന് അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കാം. ഓരോ ഫോട്ടോ പോയിൻറ്റ്സിൽ പോയിട്ട് നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഫോട്ടോസ് എടുക്കാം. ഈ അലസറം സ്വിങ്ങിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഡ്രസ്സും സ്വിങ്ങും അതുപോലെ ഫോട്ടോഗ്രാഫറും ഒക്കെ എല്ലാ റേറ്റും കൂടി നോക്കുവാണെങ്കിൽ ഏകദേശം 6 ലക്ഷം IDR വരും. അതായത് ഏകദേശം 3000 ഇന്ത്യൻ റുപ്പീസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സേഫ്റ്റിയും പ്രൊഫഷണലിസവും അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ കാരണം കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഈ അലസറം സ്വിങ് തന്നെയാണ്. പിന്നെ പൊതുവെ ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്ക് അങ്ങനെ അത്രയും ഉണ്ടാവാറില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ക്യൂവിൽ ഉണ്ടാവാറുള്ളൂ. എന്നാലും നമ്മൾ അലസറമിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ സ്വിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്വിങ്ങിൻ്റെ ക്യൂവിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ സ്വിങ്ങിൽ കയറുന്നതിന് മുമ്പ് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെ ആക്ടിവിറ്റി സ്റ്റാഫ് ഉണ്ട്. അവരെ സ്ട്രാപ്പൊക്കെ ടൈ ചെയ്ത് തരും. അങ്ങനെ ഫുൾ പ്രൊട്ടക്ഷൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ സ്വിങ്ങിൻ്റെ അങ്ങോട്ട് പോകുന്നത്. സ്വിങ്ങിലിരുന്നതിന് ശേഷം നമ്മുടെ സ്ട്രാപ്പും അതുപോലെ തന്നെ സ്വിങ്ങിൻ്റെ റോപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഒരു കുറച്ച് നേരത്തെ ചടങ്ങാണ്.
അതിനുശേഷം അവരുടെ വാക്കി ടോക്കിലൂടെ അവരുടെ സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ സ്വിങ്ങിന് റെഡിയാണെന്ന് ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ അവർ സ്വിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി തുടങ്ങുള്ളൂ. നമ്മൾ സ്വിങ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ അത് ചെയ്യിക്കുന്ന ആൾക്കാർ മാത്രമല്ല അവിടെ ഉള്ളത്, ഓരോ സ്വിങ്ങിന് വേണ്ടിയിട്ടും കുറച്ച് സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തം സെക്യൂരിറ്റിയൊക്കെ നോക്കിയിട്ടാണ് സ്വിങ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഗ്രാഫറെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ഫോട്ടോസും ഒരു പോർട്രേറ്റ് വീഡിയോ ഒക്കെ അവരെടുത്ത് തരും. 15 തവണയാണ് ഒരാൾക്ക് സ്വിങ് ചെയ്യാൻ പറ്റണത്. ഒരുപാട് ഹൈപ്പൊക്കെ കൊടുത്തിട്ടാണ് പല സ്ഥലത്ത് ബാലി സ്വിങ് പ്രൊമോട്ട് ചെയ്യണത്. പക്ഷെ എന്നാലും ബാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ബാലി സ്വിങ്. സ്വിങ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാഫിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ മെയിലിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഒരു പോർട്രേറ്റ് വീഡിയോയും സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അവിടെ അങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് ഞങ്ങൾ ബാലി സ്വിങ് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അവിടെ പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് അതുപോലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. കുറേ ഇങ്ങനെ താഴോട്ട് പോയിട്ട് വേണം അവിടെ ചെല്ലാനായിട്ട്. ഉച്ചയ്ക്ക് മുമ്പായതുകൊണ്ടും ആക്ടിവിറ്റി ഏരിയയിൽ തന്നെയാണ് കൂടുതൽ ആൾക്കാർ എന്നുള്ളത് കൊണ്ട് റെസ്റ്റോറൻറ്റ്സിൽ നിന്നും ആ ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇതാണ് ക്രേറ്റിയ ഉബൂദ് എന്ന് പറയുന്ന ലക്ഷറി റെസ്റ്റോറൻറ്റ്. ഇത് ശരിക്കും ഒരു പൂളോട് കൂടിയിട്ടുള്ളൊരു ഡേ ക്ലബ്ബാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇതിൻ്റെ ടൈം. ഇവിടെ ഒരു 3 ടയർ പൂളുണ്ട്, അതാണ് ഈ ക്രേറ്റിയുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അലസറാമിൻ്റെ എൻട്രി ടിക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ക്രേറ്റിയിലോട്ടും കയറാം. പക്ഷേ പൂളിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ പൂൾ ഡ്രസ് ഇവിടെ കമ്പൽസറിയാണ്. ഈ ക്രേറ്റിയ റെസ്റ്റോറൻറ്റിൽ പല ലെവൽസിലെ ടേബിൾസ് ഉണ്ട്. ഓരോ ടേബിൾസിലും അതിൻ്റെ ലെവൽ അനുസരിച്ച് ഇത്ര റേറ്റിന് നമ്മൾ ഫുഡോ ഡ്രിങ്ക്സോ ഒക്കെ ഓർഡർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യുന്ന ലെവൽ അനുസരിച്ചിട്ടാണ് നമുക്ക് പൂൾ ആക്സസ് ചെയ്യാൻ പറ്റുക. റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു പകുതി ദിവസമെങ്കിലും അലസറാമിൽ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ അലസറാമിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നോബ്സ്പെൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക്